ഹലോ മലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. ക്രോസ് വാലു കാട്ടുപോത്തുകള് എന്നാ സെറ്റപ്പാ നോക്കി. കാട്ടുപോത്ത് കാട്ടിയുടെ പോണ കാട്ടി നമ്മളെ ഷോപ്സ് ഒക്കെ ഇട്ടിട്ട് പോകണ്ട കാട്ടി ഇവിടെ കാട്ടി ഞാൻ നിക്കണല്ലത് മാന കണ്ടാ കർണാടകയ്ക്ക് പോണ ഒരു കാട്ടിലൂടെ ഉള്ള യാത്രയിൽ അതിന്റെ കാലിന് എന്തോ പറ്റിയുണ്ട്, എന്തെങ്കിലും അറ്റാക്ക് ചെയ്തതായിരിക്കണം, മറ്റേ പുലിയോ സിംഗോ എന്തെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് കാല് മുടന്തിയാണ് നടക്കുന്നത്. കൂട്ടം തെറ്റി ഒറ്റപ്പെട്ട് നിൽക്കുന്ന മാൻ. നല്ല രസമുണ്ട്. ഓടിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ വീഡിയോ കിട്ടും, പക്ഷെ ഫോറസ്റ്റുകാർ അപ്പുറമായിട്ട് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ട് ഇറങ്ങില്ല. ബൈ ബൈ. ഓടെ അതിന്റെ മുഖത്തിനും എന്തോ പറ്റിയിട്ടാ അല്ലേ. മാന കാർമാനിന്ന് കൊത്തുന്ന മാന്റെ മുകളില് കയറ്റിർത്തേ. നമ്മള് മാനുണ്ടത്, കലമാനും ഉണ്ട്, കൊലമാനും ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടാ. ഇത് നോക്കി അമ്മണി മാനുണ്ട്. കൊമ്പിന്റെ ഒരു ഇതുണ്ടോ മിനിസുള്ളൂ അല്ലേ, മൂക്കാത്ത കൊമ്പാണ്. മൂർച്ച മറ്റേ അതന്നെ. ഞാനേ അത് ഒരച്ചൊരച്ച് തീർന്നേക്കണേട്ടാ. ഇത് പെടയാണോ? പൂവനാന്നേ, അത് പൂവനെന്ന് പറഞ്ഞ ആ കൂർമ്പിച്ച മോനുള്ള ഇത് പെടയായിരിക്കും. അപ്പൊ ഈ കൊമ്പില്ലാത്ത അൻപപ്പെട്ടത് 9 മലയണ്ണ അത് രസം ഭംഗിയൊക്കെ കിടക്കുന്ന സൂര്യ. എന്റെ സൗണ്ട് എങ്ങനെയാ? മാനെ ഹലോ. നമ്മുടെ തൊട്ടടുത്ത് കിട്ടിയാണ് കേട്ടോ മാനെ. നമുക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട് ആഗ്രഹം, പക്ഷേ ഇവിടെ ഒന്നും നമുക്ക് ഇവിടെ അലോവിടെ അല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മളിവിടെ ഇറങ്ങാത്തത് കേട്ടോ. ഇത്ര അടുത്ത് നമ്മളെ മാനിനെ കിട്ടിയൊക്കെ ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് സുന്ദരമാൻ. ഞാൻ ഇത്ര അടുത്ത് ആദ്യമായിട്ടാണ് കാണുന്നത് തന്നെ. എടാ അതെ ടാറ്റാ. ഹായ് ഗായ്സ്. ഹലോ ഗായ്. അപ്പൊ അങ്ങനെ കോഴിക്കോട് പിള്ളേരുണ്ട് ഹലോ ഗായ്സ് പറഞ്ഞു പോയത്. ഇപ്പൊ യൂട്യൂബുകാരൻ്റെ ഹൈലൈറ്റ് ഹലോ ഗായ്സ് അല്ലേ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മള് ഹായ് മല്ലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ എന്നുള്ള ഇതിൽ തുടങ്ങാൻ കാരണം എല്ലാവരും ഹലോ ഗൈസ് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കളിയാക്കി ഒന്നും പോയിട്ടില്ലേ, അതും ഹലോ ഗൈസ് ആണ്. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടിന്യൂ ചെയ്യാം യാത്ര. എന്തോ മീനാണെന്ന് അല്ല, മീനല്ല സോറി കേട്ടോ, മാനാന്ന് നോക്കിയേ. സോറി, ഇത് നോക്കിയേ എന്ത് രസമാണ് നോക്കി. ഇതിന്റെ മാന്റെ കൊമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടാ. ക്യാമറയിൽ എന്തോരം വ്യക്തമാണെന്ന് പറയാൻ പാടില്ല. ഈ നല്ല സോഫ്റ്റ് സൈസാണ് ഈ മാന്റെ കൊമ്പ്. കണ്ടാ നമ്മള് ഈ പഞ്ഞിയും കൊണ്ട് പൊഞ്ഞേക്കും പോലെയൊക്കെ. എന്നാൽ അപ്പുറം ഇക്കണ മൂന്നാമത് ഇക്കണ മാൻ നോക്കി, അതിന്റെ ഫിനിഷിംഗ് ആണ്. അതെന്താന്നുള്ളത് നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഓക്കെ അല്ലേ? ദേവന് ഓർമ്മ വണ്ടി വന്നതിൻ്റെ പേരിൽ ഓടണേ നമ്മളെ അടുത്തുനിന്ന് അകന്നു പോയി. സിംഹവാലം കുരങ്ങുകളും കണ്ട എന്ത് രസമാണ്. സിംഹവാലം തന്നെയല്ലേ ഇത്? അല്ലല്ല, ഇതെന്താ കർണാടകയിലേക്ക് കയറി. ചെറിയ കുരങ്ങിനൊക്കെ, കുഞ്ഞു കുരങ്ങിനെ എന്ത് ഭംഗിയാ നോക്കി. കുഞ്ഞു കുരങ്ങ്, തെമ്മാടി കുട്ടന്മാര് തന്തയും തള്ളയുടെയും നടുക്ക്. ഓ എന്റെ ചെങ്ങാതി പില്ലെന്നാൻ.
നിങ്ങൾ കാണുമ്പോലെ അല്ലട്ടാ, മാനിനെ കാണുമ്പോലെ അല്ലട്ടാ ഈ സാധനത്തെ. അപ്പൊ സിംഹവും പുലിയും കടുവയൊക്കെ എന്തോരം വലിപ്പം ഉണ്ടാവും സൈസ്. ഈ മാനൊക്കെ വലിച്ചൊന്നും പോകുമ്പോന്ന് പറയാം സിമ്പിളായിട്ട് മരത്തിന്റെ മുകളിലൊക്കെ കയറി പോകുമ്പോൾ ആലോചിക്കുക. ഇത് ലൈവ് കാണണോട്ടാ നിങ്ങൾ. വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള സാധനം ഇതിനെയും വലിച്ചുകൊണ്ടാണ് ഈ മരത്തിന്റെ മുകളിലൊക്കെ കയറണേ. അപ്പൊ കടുവയുടെയൊക്കെ വലിപ്പം എന്തോരം ഉണ്ടാവും, കടുവയും പുലിയുടെയൊക്കെ ആലോചിക്കാൻ. 400 കിലോയൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അല്ല ഹായ് പട്ടുകൂറ്റൻ കടുവകളുണ്ടെന്ന് പറയണം 400 കിലോയുടെ അടുത്ത് പ്ലസ് ഉള്ള. നമ്മുടെ മയിലെണ്ണാച്ചി കേട്ടത്. ഇത് പെണ്ണല്ലേ? ഇത് പെണ്ണല്ല, ഇത് പെണ്ണ് കൂടുള്ളതാണ്. വിളിക്കണ അപ്പൊ കർണാടക എത്തിയിട്ട് ഫുഡ് കഴിക്കാണ്. തൈര് വട കഴിക്കാണ്. സ്പെഷ്യൽ തൈര് വട സ്പെഷ്യലാണ്. ഉടുപ്പി ഹോട്ടൽ, മഞ്ചങ്കോട് ഉടുപ്പി ഹോട്ടലാണ്. തൈര് വട. അപ്പൊ ഉടുപ്പി ഹോട്ടലിൽ മസാല ദോശ പറഞ്ഞാണ് നമ്മൾ. അപ്പൊ വെജാണ് കേട്ടോ ഇവിടെ. അപ്പൊ മസാല ദോശ പറഞ്ഞ് മസാല ദോശ ദോശയാണ് കുഴപ്പമില്ല. നല്ല മെനയും വൃത്തി കിട്ടുമെന്ന് നോക്കാം. അടിപൊളി ലൊക്കേഷനാണ്. നല്ല രാവിലെ തന്നെ ഇറങ്ങിയ നല്ല വൈബും കൂടെ. വെറുതെ ഒരു ടൂർ പോലെ ഒന്ന് മീൻ വെള്ളം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ അല്ലേ? തുമ്മിയത് അടിച്ചിട്ടുണ്ടാവും. നീ മിണ്ടായിരിക്കും. അടിച്ചിട്ടുണ്ടാവും, മിണ്ടായിരിക്കും ആദ്യത്തെ പോലെ. പയ്യെ 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 തല്ലി പഠിക്കണ്ട, തല്ലി പഠിക്കണ്ട. ഇങ്ങനെ മീനടിച്ചിട്ടാ. പയ്യെ പയ്യെ പയ്യെ. ആദ്യമായിട്ട് മീനടിച്ചതിന്റെ സന്തോഷം ഏനുണ്ട്. നല്ല പുള്ളിച്ചേർട്ട നമ്മളെ കർണാട്ടിക് ചേറ്. അടിപൊളി പുള്ളിച്ചേറ്. നീ മറ്റേ പറഞ്ഞോടി അത് ചുണ്ടത്ത് ഇങ്ങനെ വല്ലോണം പിടി. അത് ലൂസ് ചെയ്യ. അത് ചൂണ്ടൽ ചെക്കും. നീ പേടിച്ചിരിക്കണ മര്യാദക്കുന്നേ. അപ്പോൾ കുഴപ്പമില്ല, തെറ്റില്ലാത്തൊരു ചെറിയൊരു ചേറ്, ഒരു ആവറേജ് ചേറ്. റഫീഖ ആദ്യമായിട്ട് എൻ്റെ കൂടെ വന്നപ്പം ഞങ്ങളൊരു ചെറിയൊരു ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മൈസൂർ പോകുന്നതാണ്, ഇടപാടുകളൊക്കെ ആയിട്ട്. അപ്പോൾ ചൂണ്ടെടുത്ത് വണ്ടിയിലിട്ടേണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി അപ്പോൾ പുള്ളി എൻ്റെ സ്പിന്നിങ് റീലെടുത്ത് ഉപയോഗിച്ച റോഡെടുത്ത്. അപ്പോൾ കുഴപ്പമില്ല, തെറ്റില്ലാത്തൊരു ചേറിനെ കിട്ടിയാണ് കേട്ടോ. അടിപൊളി. അതിൻ്റെ ഒരു ത്രില്ലിലാണ് പുള്ളി. നോക്കി നടന്നില്ലേ ആ സമയത്ത്? നോക്കി ക്യാമറ
അങ്ങനെ കർണാട്ടിക് ചേർന്നടിച്ചാൽ സൂപ്പർ ചേർ. ഇവിടെ ഡിസൈനൊക്കെ കണ്ടില്ലേ, ഒരു പ്രത്യേക ഡിസൈൻ റെഡ് കണ്ണ്, നല്ല ചോര കണ്ണാട്ടാ, ചോര കണ്ണാട്ടാ, അടിപൊളി സാധനം. നല്ല അടിപൻ ചേറാണ്ടോ, നല്ല സുന്ദര കുട്ടപ്പൻ ചേറ്. അപ്പോൾ എന്തായാലും വന്നിട്ട് ഒന്നും കിട്ടായിരുന്നില്ല, പൊളി സാധനം. ഇരിക്കത് നോക്കി, അപ്പോൾ ഒന്നും കിട്ടായിരുന്നില്ല. കർണാട്ടിക് ചേറ്, അതിൻ്റെ പ്രത്യേകത ഉണ്ടോ, കളറുകളുണ്ടോ? എന്താ നാടൻ ചേറിൽ നിന്ന് എന്തൊരു ഒരു ഡോട്ടുണ്ട്, അല്ല ഡോട്ട് കൂടുതലുണ്ട്. പിന്നെ പക്ഷെ നമ്മുടെ ചേറിനാണ് ഗ്ലാമർ കൂടുതൽ, സൗന്ദര്യം കൂടുതൽ. ഇതിൻ്റെ റെഡ് കണ്ണാണ്ട്, ഇതിൻ്റെ പക്ക റെഡ് കണ്ണ്. ഇതിൻ്റെ പ്രത്യേകത അതാണ്, വേറൊരു പ്രത്യേകത. അപ്പം ഇന്ന് വന്നിട്ട് കിട്ടിയതാ, ഇന്ന് ചെറിയ ബ്രാലിനെ കിട്ടി. ഇന്നിപ്പോൾ രണ്ട് കുഴപ്പമില്ലാത്ത തെറ്റില്ലാത്ത രണ്ട് ചേർന്ന് കിട്ടിയാണ് കേട്ടോ. ഓക്കെ, ഹലോ മല്ലൂസ് ബൈറ്റ് ബാൻഡിലേക്ക് എല്ലാവരും ക്ഷണിക്കുന്നു. ഞാൻ നൗഫൽ പെരുമ്പാവൂർ. ഇന്ന് കർണാടകയിലേക്ക് വന്നേക്കാണ് ഫിഷിങ്ങിനായിട്ട്. അപ്പോൾ നല്ല അടിപൊളി കാട്ടിലൂടെയുള്ള യാത്രയിലൊക്കെ ഒരുപാട് മൃഗങ്ങളിലേക്ക് കാണാൻ പറ്റി. വേറൊരു കാര്യം, നമ്മൾ ഗുണ്ടൽപേട്ടല്ലേ, അത് ഗുണ്ടൽപേട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒരുപാട് ഹിന്ദി പടത്തിലും ഫിലിമിലും പല ഇതിലും കണ്ടേക്കണയാണ്. പലരും ഇപ്പം ഒരുപാട് പേർക്ക് അറിയാം. എന്നിരുന്നാലും ഞാൻ മൈസൂർ വരുമ്പോൾ കാണേണ്ട ഒരു കാഴ്ചയാണ്. ചെറിയൊരു 50 രൂപ 20 രൂപ വെച്ച് ഒരാൾക്ക് 20 രൂപ വെച്ച് പേ ചെയ്തിട്ട് നമ്മൾ കാണാൻ കയറിയേക്കണ ഒരു കാര്യം കാട്ടിത്തരാം. അപ്പം ഞാനുണ്ട്, കൂട്ടുകാരന്മാരും ഉണ്ട് കേട്ടോ. ഇത്ര രസമാണ് നോക്കി, സൂര്യകാന്തി കിണങ്ങനെ, സൂര്യകാന്തി കിണണ്ട സൂര്യകാന്തി. അപ്പോൾ എൻ്റെ കൂടെ റഫീഖ് ഉണ്ട് കേട്ടോ, സുഹൃത്ത് റഫീഖ് ഉണ്ട്. പിന്നെ ഫൈജാസ് ഉണ്ട്. ഫൈജാസ് ഹായ് മാട്, മൈ ചാനൽ സബ്സ്ക്രൈബ്, റിപ്പീറ്റ്, താങ്ക് യു. നമ്മൾ കർണാടകയിൽ കണ്ടു, നമ്മൾ സൂര്യകാന്തി നിൽക്കുന്ന കർണാടകയിൽ കണ്ടായിരുന്നു. കർണാടകയിൽ 20 രൂപ ടിക്കറ്റ് പോയിന്റിലാണ് നമ്മൾ എടുത്തത്. അപ്പോൾ വയനാട് കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്ത് അടിപൊളി സൂര്യകാന്തി ഫുൾ സെറ്റായിട്ട്. അപ്പോൾ നമുക്ക് ഒരുപാടൊന്നും പോകണ്ട, കർണാടക എത്തിപ്പോയി നമുക്കെല്ലാം കാണണമെന്നൊന്നുമില്ല. തൊട്ട് അടിപൊളി ഭയങ്കര ഭംഗിയായിട്ട് നമ്മളിപ്പോൾ കണ്ടതിലും ഭയങ്കര ബെസ്റ്റായിട്ടാണല്ലോ ഇത്രയും ദിവസം കണ്ട. ഇത്ര വയനാട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കാക്കവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ്ടത് 10 രൂപ പോയിന്റ്. നമ്മൾ കർണാടകയിൽ ഞാനും ഔസേപ്പ് എന്ന് പറഞ്ഞ ഒരാളും കൂടെ കൂടിയിട്ട് ചെയ്തിരിക്കുന്ന ബേബി പറഞ്ഞോ. ഞാനും ബേബി എന്ന് പറയുന്ന ആളും കൂടെ ചെയ്തിരിക്കുന്നത് 4ാമത്തെ കൊല്ലമാണിത്. 4ാമത്തെ കൊല്ലം. പിന്നെ ആൾക്കാർ ഒരുമാതിരി നന്നിട്ട് വരുന്നുണ്ട്. ഞങ്ങൾ 10 രൂപയെ മേടിക്കുന്നുള്ളതാണ്. 10 രൂപ അതാണ് പ്രത്യേകത. നമ്മൾ കർണാടക നമ്മൾ അത്രയും ദൂരം പോയി നമ്മൾ പോരുന്ന സമയത്ത് കണ്ടു, പക്ഷെ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല.
ഉണ്ടാവലുണ്ട്. പക്ഷേ ഈ സീസണിൽ ഇത്രയും ഭംഗി ഉണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല 20 രൂപ ചാർജാണ് അവർ ഈടാക്കുന്നത്. 20 രൂപ എന്നുള്ളത് 30 രൂപ എന്നുള്ളതാണ് അവർ ചാർജ് ആക്കുന്നത് കർണാടകയിൽ. ഇവിടെ നമുക്ക് 10 രൂപ പോയിന്റിലാണ് ഈ 10 രൂപ മേടിക്കുന്നുള്ളൂ. 10 രൂപയാണ് വാങ്ങിക്കുന്നത്. ഒരാളുടെ കയ്യിൽ നിന്ന് 10 രൂപയാണ് ഇവർ ഈടാക്കുന്നുള്ളൂ. എന്തായാലും അതിനുള്ള വകുപ്പുണ്ട് കേട്ടോ. നല്ല കാണാനുള്ള നല്ല കാഴ്ച, നല്ല ഭംഗിയുള്ള നല്ല രസമായിട്ട് തട്ടായിട്ട് കർണാടകത്തിലേക്ക് പോകുന്ന ആൾക്കാരുടെ ഇവിടെ ഗുണ്ടൽപേട്ട ഉണ്ടായ പോലെയുള്ള പൂ ഇവിടെ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയാണ്. അതെ, തന്നെയല്ല 10-72 വയസ്സായി. ഇനിയിപ്പം വേറെ മറ്റു കൃഷികളൊന്നും പറ്റില്ല. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പരീക്ഷിച്ച് വിജയിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. പേര് എൻ്റെ പേര് പ്രഭാകരൻ. പിന്നെ ബേബി പ്രഭാകരൻ, ബേബി രണ്ടുപേരും കൂടി തുടങ്ങിയേക്കണേട്ടാ. എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു തട്ടായിട്ട് നല്ല രസമുണ്ട്, നല്ല ഭംഗിയുണ്ട്. വലിപ്പമുള്ള സൂര്യകാന്തി തന്നെയുണ്ട് അവിടുത്തെ പോലെ തന്നെ. നമ്മളെന്തായാലും ഇവിടെ ലോങ്ങിൽ നിന്ന് നോക്കി കഴിഞ്ഞപ്പോൾ വലിപ്പം കുറവാണ്, ഭംഗി കുറവുണ്ടാവും എന്നൊക്കെ ഓർത്തു. പക്ഷെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, വ്യക്തമായിട്ട് മനസ്സിലായി. അല്ലെങ്കിൽ കാണാൻ വളരെ വലിപ്പമുള്ള സൈസ് തന്നെയാണ്, ചെറുതല്ല. സൂര്യകാന്തി നല്ല വലിപ്പമുള്ള ടൈപ്പ് തന്നെയുണ്ട്. ഓക്കെ, കാണാം. BAITBAND. അതുപോലെ ഒരുപാട് ആളുകൾ കാണാൻ വേണ്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആളുകൾ കണ്ട് ഫോട്ടോയെ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. അടിപൊളി കേട്ടോ. ഒരുപാട് ആളുകൾ കാണാൻ പിന്നെ സ്ഥലം കേട്ടോ. വീഡിയോ വേണ്ടേ? പറ, എന്തിനും പറയടാ. നല്ല വലിപ്പമുള്ള സൂര്യകാന്തി തന്നെയാട്ടോ അത്. സൂര്യകാന്തി എന്ന് പറയുന്നത് നല്ല വലിപ്പമുണ്ട് കേട്ടോ. നോക്കി, അത്ര ഭംഗിയുള്ള രീതിയിലാണ്. പ്രഭാകരൻ ചേട്ടനെ കണ്ട് വിഷ് ചെയ്ത് പോന്നു. അപ്പോൾ ബേബി ചേട്ടന് ഇവർ രണ്ടുപേരും കൂടി കണ്ടത് നടത്തണേ. അപ്പോൾ ഇവിടെ 10 രൂപയാണ് ചാർജുള്ളൂ. അതാണ് ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്. പിന്നെ അത് മാത്രമല്ല നല്ല ഭയങ്കര രസകരമായിട്ടുള്ള വലിപ്പമുള്ള സൂര്യകാന്തി തന്നെയാണ്. അടിപൊളി. നമ്മുടെ ഈ സ്ഥലം കാക്കവയല്, അതായത് മീനങ്ങാടിക്കും മുട്ടിലിൻ്റെ ഇടയ്ക്കുള്ള സ്ഥലം കാക്കവയല്. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ റൂട്ട് പോകണ്ടെങ്കിൽ കാണാതിരിക്കണ്ട. റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കാണാൻ പറ്റിയ നല്ല രസകരമായിട്ടുള്ള സ്ഥലം തന്നെയാണ്. അടിപൊളി. 10 രൂപ ചാർജ് ടിക്കറ്റ്. വിത്ത് കൊടുക്കണ്ടല്ലേ? വിത്തുണ്ട് കേട്ടോ. വിത്തുണ്ട്. വിത്തിന് 10 രൂപ, ഒരു പാക്കറ്റ് 10 രൂപ അല്ലേ? അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യേണ്ടതെന്നുള്ളത് ഇവർ പറഞ്ഞുതരും. ബേബി ചേട്ടനും പ്രഭാകരൻ ചേട്ടനും ഇവിടെ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, ആയിക്കോട്ടെ. നൗഫൽ. ഒട്ടകത്തിനാണ് കേട്ടോ. ഞങ്ങൾ വയനാട് വഴി നേരെ കൂടല്ലൂർ, മുണ്ടൂരിലോട്ട് കർണാടക പോയിക്കൊണ്ടിരിക്കാനായിട്ട് കർണാടക റിട്ടേൺ വന്ന സമയത്ത് കണ്ട കാഴ്ചയായിട്ട് നമ്മുടെ നാട്ടിലുണ്ട് ഒട്ടകം. ഒട്ടം പോയിക്കോ. ഒട്ടം അങ്ങനെയാണ്ടാ. ഒട്ടകം എന്ന് പറഞ്ഞ ഇതാണ്ടാ. വൈത്തിരി ഫാമിൽ എന്തൊക്കെയുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും വൈത്തിരി ഫാം വണ്ടി തന്നെയുണ്ടാ. വണ്ടി തന്നെ ആയതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ ചെറിയ ചാറ്റൽ മഴയുണ്ട്. അപ്പോൾ അത് തന്നെ ഇരുന്നിട്ട് ഒട്ടകത്തിൻ്റെ ഡമ്മിയാണ് ഞങ്ങൾ ഓർത്തത്. അപ്പോൾ പിന്നെയാണ് വന്നു കഴിഞ്ഞപ്പം വയനാട് അൾട്രാ പാർക്ക് കണ്ടത്. അടിപൊളി. ഇത് കേരളത്തിലൊരു വിധപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സംഭവം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചങ്ങല ഉണ്ടല്ലോ, അത് ഞങ്ങൾ ഇപ്പോഴാണ് പറയുന്നത്. ഈ ചങ്ങല ശരിക്കും പറയാൻ വളയം. ഈ വളയത്തിനൊരു ജോയിൻ്റ് ഇല്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ആ ചങ്ങലയുടെ വളയമല്ലേ, ആ വളയത്തിന് വെൽഡ് ചെയ്തേക്കണയോ അല്ലെങ്കിൽ പൊട്ടിയതോ ആയിട്ടുള്ളൊരു ജോയിൻ്റ് ഇല്ലാത്തൊരു ചങ്ങലയാണിത്. എങ്ങനെ? അത് വല്ലാത്തൊരു ചോദ്യം തന്നെയാണ്. എന്നാലും ശരിക്കും അറിയാൻ പറ്റും. ഒരു മുകളിൽ താഴെ ഒരു ജോയിൻ്റ് ഇല്ലാതെ, വെൽഡിങ്ങും ഇല്ലാതെ, അങ്ങനെ ഒരു പ്രത്യേകത ഈ ചങ്ങലയിൽ കാണുന്നുണ്ട്. അത് ഹൈലൈറ്റ് ആണെന്നാണ് പറയണത് ഈ ചങ്ങലയുടെ. ഇതിപ്പോൾ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരിന്തണ്ടൻ എന്ന് പറയും. Karindakkan was the founder of the Tamarasheri Park. He was killed by the British in the 1750s and 1800.
അപ്പൊ 1750 1800 കാലഘട്ടത്തിൽ ചിത്രത്തോട് കാടുകളിൽ ജീവിച്ചിരുന്ന പണിയമൂപ്പനാണ് കരിന്തണ്ടൻ. താമരശ്ശേരി ചുരത്തിന്റെ ഉപജ്ഞാതാവായി ഇദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. മൂപ്പന്റെ ആത്മാവ് ഈ ചങ്ങലകളിൽ കുടികൊള്ളുന്നു എന്നാണ് പറഞ്ഞത്. ആ ചങ്ങലയുടെ പ്രത്യേകത ഉണ്ടാകാം, ചങ്ങലക്ക് ഒരു ജോയിന്റോ കണക്ഷനോ ഒന്നുമില്ല. ഞങ്ങൾ ഈ റൂട്ട് ഒരുപാട് വന്നിട്ടുണ്ട്, പക്ഷേ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇത് ഇന്നിപ്പോ വന്ന് ഇവിടെയുള്ള ലോക്കൽ കടയിൽ പല ഇതുമായിട്ട് കേട്ടറിഞ്ഞ അറിവുകളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. വൈത്തിരി വയനാട് വൈത്തിരിയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ കേരളത്തിൽ ഒരുപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്, ഒരുപ്പെട്ട ആൾക്കാർക്ക് എല്ലാവർക്കും കഥ അറിയാവുന്നതാണ്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ പ്രത്യേകത ഇത് ഈ റൂട്ടിൽ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, ഈ ചങ്ങല ഇടുന്നതിന് മുമ്പ് ഈ കരിന്തണ്ടന്റെ ആത്മാവ് ഇവിടെയുള്ള റോഡിലൂടെ പാസ് ചെയ്യുന്ന വണ്ടികൾ, വാഹനാപകടങ്ങൾ, പല പ്രശ്നങ്ങളും ഇവിടെ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണ് ഒരു തങ്ങള് നിലവില് ഇതിനെപ്പറ്റി ഇത് എന്താണെന്ന് അറിഞ്ഞ് ഇതിനെപ്പറ്റി പറയുകയും പിടിക്കുകയും ചെയ്ത് ഇതിനെപ്പറ്റി അന്വേഷിച്ച് അതിനെ ഈ ചങ്ങലയിൽ ബന്ധിപ്പിച്ചത് ഒരു തങ്ങളാണെന്നാണ് പറയുന്നത്. അതൊക്കെ ഒരു ഇവിടുന്ന് കേട്ട കഥകളാണ്, എനിക്കറിയില്ല, ചരിത്രങ്ങളാണ് എന്നും പറയാം ഇവിടെയുള്ള ആളുകളുടെ എല്ലാവർക്കും. ഇതിനെപ്പറ്റി നെറ്റിലടിച്ചു കഴിഞ്ഞാൽ അറിയായിരിക്കും. നമ്മളപ്പോ ഫിഷിങ്ങിന്റെ യാത്രയിൽ കണ്ടേക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള വേറിട്ട കാഴ്ചയും കൂടിയാണ്. ഓക്കെ, അടിതാ. ചങ്ങലയുടെ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ചങ്ങലക്ക് ഒരു ഗ്യാപ്പ് പോലും ഈ മരം കണ്ട, കരിന്തണ്ടന് തളച്ചേക്കണ മരം കണ്ട, അതൊരു തങ്ങളാണെന്നാണ് പറയണേ. ഇവിടെ വാഹനാപകടങ്ങളും പല പ്രശ്നങ്ങളും, വാഹനങ്ങൾക്ക് അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഇവിടെ വെച്ച് ഒരു തങ്ങള് ആത്മാവിന്റെ ഉപദ്രവം ഇവിടെ ഈ റോഡില് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കരിന്തണ്ടന് അതിനെ ഒരു തങ്ങള് ഇങ്ങനെ ബന്ധിസ്ഥനാക്കിയെന്നാണ് പറയണേ, ഈ മരത്തില്, ഈ ചങ്ങലയില്. അപ്പൊ അതാണ് സംഭവം.